നല്ല ടേസ്റ്റി സൂപ്പർ മത്തിക്കറി. ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ്. കുറച്ച് നല്ല പച്ചച്ചീര കിട്ടി, പിന്നെ നല്ല മത്തിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കാണാം. ചീര വറുത്തതും മത്തിക്കറിയും ചോറും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ, എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം. ഈ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച ചീരയിൽ കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് കുറച്ച് തേങ്ങയിട്ട്, പച്ചമുളകൊന്നും ഞാൻ ഇടില്ല. ഇങ്ങനെ ഈ ചീരയും തേങ്ങയും ഉപ്പും ഇട്ട് കുറച്ച് ഉള്ളി ഇടാം. ഒരു പകുതി ഉള്ളി ഇട്ട് നന്നായി കുഴച്ചിട്ട് ഒരു പാത്രം വെച്ച് ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുകിട്ട് ഇനി ഈ ചീരക്കൂട്ട് ഇതിലേക്കിടാം. ചെറിയ തീയാക്കിയിട്ട് ഒരു ലേശം സമയം അടച്ചു വെക്കുക. കുറച്ച് കഴിയുമ്പോൾ തുറക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കാം. ചീര അങ്ങനെ റെഡിയായി. അങ്ങനെ ഓഫാക്കാം. ഇനി ഒരു ചട്ടി വെക്കുന്നത്, മീൻ കറി ഉണ്ടാക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിതിൽ ഉലുവ ഇടുന്നില്ല, ഉള്ളിയാണ് ഫസ്റ്റ് ഇടുന്നത്. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചാണ് ഇടുന്നത്. കുറച്ചൊന്ന് വാടുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഈ തക്കാളി മുഴുവനായിട്ടുള്ള ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.25 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാൻ മല്ലിപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നന്നായിട്ടൊന്ന് കുറച്ച് ചെറിയ തീയാക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ഇത് തണുത്ത് നല്ല ഓഫാക്കി തണുക്കാൻ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി മത്തി വറുത്തെടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.
അങ്ങനെ മത്തി ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് അരപ്പ് ഒഴിക്കാം. കുറച്ച് മിക്സി ജാർ കഴുകിയ വെള്ളവും കൂടി ഒഴിക്കുക. ഇനി മത്തി ഇട്ട് കൊടുക്കുക. മത്തി മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഇനി ഇത് കുറച്ച് മാങ്ങപ്പുളിയാണ്. മാങ്ങ ഉണക്കി പുളിയാക്കിയത് അത് കുറച്ച് നാൾ വെള്ളത്തിലിട്ട് വെച്ചിന് അത് ഒഴിക്കുക. ഇത് നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിട്ടില്ല, ഉപ്പിടാം. മുകളിലിങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളക്കിട്ട് നല്ല ടേസ്റ്റി മത്തിക്കറിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.